ഇതിൽ ഈ കാണുന്ന ഇലയിട്ട് സദ്യ വിളമ്പിയിട്ടുള്ളത് വീട്ടിൽ വളർത്തുന്ന ആടുകൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ്. എല്ലാ വർഷത്തിലും വിഷുവിനും ഓണത്തിനും ഇപ്രകാരമുള്ള വീട്ടിൽ സദ്യ ആയാൽ ഉടനെ ആദ്യം ആടുകൾക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ കഴിക്കാറുള്ളത്. അത് 4-5 വർഷമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നു. അവർക്കാണ് സദ്യ ഓണത്തിനും വിഷുവിനും നമ്മൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടി ഒരുക്കുന്ന സദ്യ കുറച്ചായാലും കൂടുതലായാലും അവർക്ക് ഇലയിട്ട് ആദ്യം അവർക്ക് വിളമ്പിയതിന് ശേഷമാണ്, അവർക്ക് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കാറുള്ളത്. ഇത് കുറച്ച് മുമ്പ് എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മാത്രമല്ല, എല്ലാ വീടുകളിലും നമ്മൾ വളർത്തുന്ന ജീവികളുണ്ടാവാം. അവരോട് കരുണയും കാരുണ്യവും നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കെട്ടിയിട്ടും കൂട്ടിലടച്ചും വളർത്തുന്ന ആ പാവപ്പെട്ട ജീവികൾക്ക് അവരുടെ വിശപ്പും ദാഹവും നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഇതിലൂടെ ഞാൻ പുറത്തേക്ക് വിട്ടുകൊണ്ട് അപ്രകാരമുള്ളൊരു സൂചനയിലേക്കാണ് ഞാനിത് പുറത്തേക്ക് വിടുന്നത്. എല്ലാവരും വീട്ടിൽ വളർത്തുന്ന ജീവികളെ, വളർത്തു മൃഗങ്ങളെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു അടുപ്പവും സഹകരണവും അവരോടായി കാണിക്കേണ്ടതുണ്ട്. എല്ലാ ഇടങ്ങളിലും ചെയ്യേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ വളർത്തു ജീവികൾക്ക് ആഹാരം, അന്നപാനീയങ്ങളും കൊടുക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്നു. കാരണം നമ്മൾ വിശപ്പ് അകറ്റുമ്പോൾ അവർ ചിലപ്പോൾ വിശന്നിരിക്കുകയാവും. അപ്രകാരം ഒരു വിഷമം അവരിലുണ്ടാവാൻ പാടില്ല. നമ്മളിലും അവരെ നമ്മൾ ശ്രദ്ധിക്കണം.